സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ മഴക്കാലമാണ്. നല്ല രീതിയിൽ എല്ലായിടത്തും നല്ല മഴയുണ്ട്. പക്ഷേ വീടിന് ചുറ്റമൊക്കെ ആകെ വെള്ളമായിട്ടുണ്ട്. മഴക്കാലമായപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ തോടുകളിലും ഇതിലൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളം കെട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കോഴികളൊക്കെ കച്ചവടമായി കോഴികളൊക്കെ കൊടുക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ദിവസം ഒരു 5 മുട്ട 6 മുട്ട വെച്ച് നമുക്ക് കോഴിമുട്ട കിട്ടണതാണ്. പക്ഷെ കൊടുക്കാനായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാവും കുഞ്ഞുങ്ങളൊക്കെ പുതിയ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അതിൻ്റെ ചോരപ്പൊടിയുള്ള തൂവലൊക്കെ കാണുമ്പോഴേ ഈ കോഴികൾ പിടക്കോഴികളൊക്കെ വന്ന് കുത്തി കൊല്ലണം. അത് മൊത്തത്തിൽ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാണ്. അപ്പോൾ ഇവരെ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിരുന്നത് കൊടുക്കാനായിട്ട്. കച്ചവടമായത് നമ്മുടെ കുന്നംകുളം ഭാഗത്തുനിന്ന് ഒരു ചേട്ടനാണ് കോഴിനെ എടുക്കുന്നത്. ആ കോഴിനെ കൊടുക്കാനുള്ള കാരണം വേറെ ഒന്നല്ല കേട്ടോ. നമ്മുടെ ഈ പ്രാവും കുഞ്ഞുങ്ങളൊക്കെ നിലത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഈ പെടക്കോഴികളൊക്കെ അതിന് കുത്തി കൊല്ലണം. അത് കാണാൻ ഭയങ്കര വിഷമം. അപ്പോൾ ഈ നമ്മുടെ നാടൻ കോഴികളൊക്കെ കൊടുത്തു. ഇനി അടുത്ത വീഡിയോകൾക്കൊന്നും ചിലപ്പോൾ കോഴിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കരിങ്കോഴി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങളെ കിട്ടാനായിട്ട് വലിയവർക്കും അറിയുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തന്നോളൂ. അതിൻ്റെ വളർത്തുന്നതിൻ്റെ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞോളൂ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ. അടുത്ത വീഡിയോ ആയിരിക്കുന്നു. ബൈ. ഇതുപോലത്തുള്ള കുഞ്ഞുങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോൾ അതിനെ പിടക്കോഴികളൊക്കെ കൊത്തി കൊല്ലണം. ഇതുപോലെ കണ്ട 2 ജോഡികൾ പറങ്ങിയിട്ടുണ്ട്. ഇവർ തള്ളകളെ വിട്ട് തീറ്റയ്ക്ക് വേണ്ടി ചാടും നിലത്തേക്ക്. അപ്പോൾ കോഴികളെല്ലാം കൊത്തി കൊല്ലും. അതുകൊണ്ടാണ് നമ്മുടെ കോഴീനെ കൊടുക്കുന്നത്.